നമസ്കാരം. ആദ്യമായിട്ട് ഈ ഗോരഖ്പൂരിലെ ജനങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ബാബ ഗോരഖ്നാഥിൻ്റെ ഈ മണ്ണിലേക്ക് വന്ന് നിങ്ങൾ തന്ന ഈ സ്നേഹത്തിനും നിങ്ങളുടെ ഊഷ്മളമായ സ്വീകരണത്തിനും ആദ്യം നന്ദി പറയുകയാണ്. നിങ്ങൾക്കറിയാം, ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ നഗരത്തിൻ്റെ നായകനായ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. 5 വർഷം അദ്ദേഹം ചെയ്ത പ്രവൃത്തികളുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കാണും, കൂടുതൽ കുറ്റാരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലായിരിക്കും, അതുപോലെ പല ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാനും ഉണ്ട്. ഇപ്പോൾ ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെയാണ്. നഗരമായ ഗോരഖ്പൂർ താങ്കളുടെ പ്രവൃത്തി മണ്ഡലമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹം എൻ്റെ കൺമുമ്പിൽ തന്നെ കാണുന്നുണ്ട്. അതായത് ഗോരഖ്പൂരിൽ ജീവിക്കണമെങ്കിൽ യോഗി യോഗി എന്ന മന്ത്രം ചൊല്ലണമെന്ന ഒരു നിയമം തന്നെയുണ്ട് ഇവിടെ. ആദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്, താങ്കൾ എന്തുകൊണ്ടാണ് ഗോരഖ്പൂർ തന്നെ ഇലക്ഷനിൽ തിരഞ്ഞെടുത്തത്? ഗോരഖ്പൂരില് ആദ്യം ഞാൻ രജത് സാറിനെയും പിന്നെ നിങ്ങളുടെ ഈ മുഴുവൻ കുടുംബവും എല്ലാവരെയും ഞാൻ ഗോരഖ്പൂരിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത് ശിവന്റെ നഗരമാണ്. നിങ്ങളിപ്പോൾ വന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിനും ഈ നാടിനും ഈ രാജ്യത്തിനും മുഴുവൻ നല്ലത് മാത്രം നടക്കട്ടെ. ഗോരഖ്പൂര് എൻ്റെ കടമ നയിക്കേണ്ട ഭൂമിയാണ്. 5 പ്രാവശ്യം എന്നെ ഗോരഖ്പൂരിലെ ജനങ്ങൾ ഇവിടുന്ന് പാർലമെൻറ്റിലോട്ട് എന്നെ തിരഞ്ഞെടുത്തയച്ചു. അതിനുശേഷം പാർട്ടിയിൽ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു, നിങ്ങൾ തിരഞ്ഞെടുപ്പിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണെന്നൊന്ന് പറയാൻ പറ്റുമോ എന്നുള്ള. പല സ്ഥലത്തുനിന്ന് എന്നോട് വരാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഗോരഖ്പൂർ മാത്രം മതി തിരഞ്ഞെടുപ്പിൽ നിൽക്കാനായിട്ടെന്ന് പറഞ്ഞു. കാരണം ഗോരഖ്പൂരിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വളരെ തെളിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെയെല്ലാം. ഇവിടെയുള്ള ഓരോ പൗരനും നാച്ചുറലായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ജനങ്ങളായിരിക്കുമല്ലോ. അവർ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനവും തീരുമാനിച്ചു കഴിഞ്ഞേക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഞാൻ ജനങ്ങളുടെ കയ്യിലോട്ട് തന്നെ മുഴുവനായിട്ട് വിട്ടുകൊടുത്തു. ഞാൻ ഈ നാട് നീളെ ചെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനെല്ലാം ഗോരഖ്പൂർ ജനങ്ങളുടെ കയ്യിലോട്ട് വിട്ടുകൊടുക്കുക. യോഗി സാർ, താങ്കളെ ഗോരഖ്പൂരിലെ ജനങ്ങൾ ഒരു സന്യാസിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ താങ്കളുടെ ശത്രുക്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ ഒരു സന്യാസിയാണ്, ഇദ്ദേഹത്തിന് കുടുംബമില്ല. അപ്പോൾ കുടുംബത്തിലുള്ളവരുടെ ബുദ്ധിമുട്ട് ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലാകും? കുടുംബത്തിലുള്ളവരുടെ വേദന ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലാകും എന്നാണ് അവർ ചോദിക്കുന്നത്. കുടുംബമുള്ളവരെക്കുറിച്ച് ആ കാര്യങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. അവർക്ക് കുടുംബമെന്ന് പറയുമ്പോൾ സ്വന്തം വീടിൻ്റെ കാര്യം മാത്രമേ എപ്പോഴും ഓർമ്മയിലുണ്ടാവത്തുള്ളൂ. അതൊഴിച്ച് വേറെ ആരും ഒന്നും കാണുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഉത്തർപ്രദേശിലുള്ള 25 കോടി ആൾക്കാരെ എൻ്റെ സ്വന്തം കുടുംബമായിട്ടാണ് കാണുന്നത്. അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കൊറോണയുടെ സെക്കൻഡ് വേവ് വന്നപ്പോൾ സത്യത്തിൽ എനിക്കും അത് ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് അഫക്റ്റ് ആയതാ. എൻ്റെ റിപ്പോർട്ട് നെഗറ്റീവ് എന്ന് വന്നതിന് ശേഷം അപ്പോൾ സിറ്റുവേഷൻ കണ്ടിട്ട് ഞാൻ നേരിട്ടിറങ്ങി ജനങ്ങളുടെ അടുത്ത് പോകാനായിട്ട് തീരുമാനിച്ചതാ. അതുപോലെ ഞാൻ ഇറങ്ങിയതാ. ഞാൻ ഒരുപാട് ദേശങ്ങളിലോട്ട് പോകാൻ തുടങ്ങി. ഓരോ ഡിസ്ട്രിക്റ്റിലും ചെന്ന്
അവിടെയുള്ള എല്ലാ റിപ്പോർട്ടും ഞാൻ ചോദിച്ചതാ. ഇവിടെ എത്ര പേർക്ക് അസുഖം പകർന്നിട്ടുണ്ടെന്ന് അവരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾക്കറിയാവുന്നവരുടെ പേരും ലിസ്റ്റും നമ്പറും എല്ലാം എൻ്റെ ഇതൊന്ന് തരണമെന്ന്. അവരും അതൊക്കെ തന്നു. കാരണം ആ സമയത്ത് എൻ്റെ റിപ്പോർട്ട് നെഗറ്റീവ് എന്നാണ് വന്നിരുന്നത്. എങ്കിലും നമ്മുടെയൊക്കെ സ്വന്തം പ്രധാനമന്ത്രി എനിക്ക് വാർണിംഗ് തന്നതായിരുന്നു, നിങ്ങൾ പുറത്തൊന്നും പോകാൻ പാടില്ലെന്നും പറഞ്ഞ്. പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻ ഏർപ്പെടാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞ്. ഒരുപാട് കാലത്തിന് ഈ പ്രശ്നം ഉണ്ടാവുമെന്നും പറഞ്ഞു. ഒരുപാട് സംഘങ്ങളൊക്കെ ചേർന്ന് എങ്ങനത്തെ കഷ്ടമുള്ള സാഹചര്യം അവർ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. ആ സമയത്ത് എനിക്ക് മധുരയിലുള്ള ഒരു ഗ്രാമത്തിലോട്ട് പോകാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടിയിരുന്നു. ഗ്രാമവും നഗരവും ഒരുമിച്ചുള്ളൊരു സ്ഥലം. ഞാൻ പോയി ഒരു വീടിൻ്റെ കതവിൽ തട്ടി നോക്കി. ഞാനൊരു വീട്ടിൽ ചെന്ന് കതവിൽ തട്ടി നോക്കി. അവിടെ കോവിഡ് പോസിറ്റീവ്. ഞാൻ കതവിൽ തട്ടിയതിന് ശേഷം അവർ അകത്തുനിന്നൊന്ന് വാതിക്കലിലോട്ട് വന്നായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ എനിക്ക് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയില്ലായിരുന്നു. കാരണം വലിയ തിരക്കൊന്നും വരാൻ പാടില്ലല്ലോ. എല്ലാവരും ഒരുപാട് ദൂരത്തിലൊക്കെ ആയിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് അവിടെ നിന്ന് കതവ് തുറന്നു നോക്കി. അവരെന്നെ കണ്ടപ്പോൾ അയ്യോ നിങ്ങൾ യോഗിജിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടത് സത്യമല്ലെന്നും പറഞ്ഞു. നിങ്ങളെങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്നാണ് അവർ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ നിങ്ങളൊക്കെ എല്ലാവരും അതായത് ഭയങ്കരമായിട്ട് കോവിഡ് കാരണം അഫക്റ്റ് ആയിരിക്കുമല്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അതുകൊണ്ടാണ് ഞാനവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീട്ടിനകത്ത് ചെന്ന് അവരുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നു. നിങ്ങൾ നോക്കണം, യോഗിജി ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ പോയി എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് അവർ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ നന്നായിരുന്നാലേ ഈ ദേശം നന്നായിരിക്കുള്ളൂ എന്ന്. അത് ഞങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കാനായിട്ട് പോലും നിങ്ങൾ നന്നായിരുന്നാലല്ലേ, അതായത് നിങ്ങൾക്ക് അഫക്റ്റ് ഇല്ലെങ്കിലല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് നിങ്ങളും ഈ രാജ്യത്തിൻ്റെ ജനങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ഓരോരുത്തരും പോയി കാണുന്നത് എൻ്റെ കടമയാണ്. സാറേ നിങ്ങളൊന്ന് നോക്കണം, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. ദിവസവും ഗവൺമെൻറ് ഓഫീസിൽ ഞങ്ങൾക്ക് ഫോൺ വരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ പ്രശ്നമില്ലല്ലോ എന്ന് എപ്പോഴും ചോദിക്കുകയും ചെയ്യും. ഡോക്ടർമാരുടെ ടീമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കുന്നുമുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു ടീം വന്ന് അവരെ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഒരു വീട്ടിൽ ആരേലും വയ്യാണ്ടൊന്നും ഇരുന്നിരുന്നാൽ പോലും ആരും ഇങ്ങനെ നോക്കത്തില്ല അത്രേ. ഞങ്ങൾക്ക് വേണ്ടി സമയം ഒതുക്കി അവർ ഞങ്ങൾ നോക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ജനങ്ങളുടെ ഓരോ അവസ്ഥ നോക്കുന്നത് എൻ്റെ ഒരു കടമയാണ്. അതിനുവേണ്ടി ഞങ്ങളൊരു സംഘത്തിന് ഏർപ്പാട് ചെയ്ത് ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റ പോലെ ആളുകളെ സെറ്റ് ചെയ്ത് ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ പണിയും പ്രവൃത്തിയും നടക്കുമ്പോൾ ഞങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു വേദന എന്നെപ്പോലത്തെ സന്യാസിമാർക്കേ അത് മനസ്സിലാവുള്ളൂ. കുടുംബം എന്ന് പറഞ്ഞവർ, ഇതിനു മുമ്പ് ഇവിടെയൊക്കെ രാഷ്ട്രീയ ഭരണം നടത്തിയവർ, എത്ര പേരാ കൊറോണയുടെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രകൃതിയായിട്ട് വന്ന പ്രശ്നങ്ങളിൽ ആരെങ്കിലും ഇതിനു മുമ്പ് നിന്നിട്ടുണ്ടോ? ഉണ്ടോയെന്ന് പറയണം. ആരുമില്ല. പക്ഷേ ജനങ്ങളുടെ ഒരു ചിന്ത എന്താന്ന് ഞാനൊരു കറക്റ്റായ സമയത്ത് പറയാം. ഇന്ന് 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്തും മോദിജിയുടെ അടുത്തും യോഗിജിയുടെ അടുത്തും ഒരു അടുപ്പവും വിശ്വാസവും വന്നിട്ടുണ്ട്. കുടുംബ രാഷ്ട്രീയവും സന്തതികളായിട്ട് വരുന്നതും ഇങ്ങനെ ചെയ്യുന്ന ആരെയും ഈ ജനങ്ങൾക്ക് വേണ്ടല്ലോ. കാരണം നമ്മുടെ ജനങ്ങൾക്കറിയാം, ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. അവരുടെ ഓരോ കരുതലും ഈ ഡിസ്ട്രിക്റ്റിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയല്ല, അവരുടെ ഓരോ കരുതലും അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രം. അല്ലെങ്കിൽ മാഫിയയുടെ മേത്തായിരുന്നു, അല്ലെങ്കിൽ അഥവാ ഗ്യാങ്സ്റ്റർ ആളുകളുടെ മേത്തൊക്കെ, അതും അല്ലെങ്കിൽ തീവ്രവാദികളുടെ മേത്ത്, അല്ലാണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. രാഷ്ട്രീയക്കാർക്ക് കുടുംബം ഉണ്ടെങ്കിൽ പല പ്രയോജനവും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ കരുകലിൽ അഖിലേഷ് യാദവ് പ്രചാരണത്തിന് വേണ്ടി പോയ സമയത്ത് മുലായം സിംഗും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ചിറ്റപ്പനും ഉണ്ടായിരുന്നു, ധാരാളം ബന്ധുക്കളുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ടി അവരുടെ കുടുംബം പ്രചരണം ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ കുടുംബങ്ങൾ ചെയ്യുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരിയെ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. താങ്കളുടെ സഹോദരിയുടെ ചില ഫോട്ടോകളും ഞാൻ കണ്ടിരുന്നു. അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, അത് താങ്കളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് അവിടേക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ ഉത്തർപ്രദേശിന്റെ സാഹചര്യം എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാം. ഈ ഫോട്ടോകൾ കാണൂ.
വീട്ടിൽ നിന്നും പല കിലോമീറ്റർ നടന്നു വരുന്നു, ഒരു ചായക്കട നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ പ്രസാദം വിൽക്കുന്ന കടയും നടത്തുന്നുണ്ട്. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിനെയും ശ്രദ്ധിക്കുന്നുണ്ട്. താങ്കൾക്ക് അങ്ങനെ എന്തുകൊണ്ട് തോന്നുന്നില്ല? ഞാനൊരു സന്യാസിയാ. എനിക്ക് എൻ്റെ നാട്ടിലെ എല്ലാ ജനങ്ങളെയും നോക്കേണ്ട ഒരു കടമയുണ്ട്. ഒരു ചീഫ് മിനിസ്റ്ററായിട്ട് എൻ്റെ പക്കലുള്ളത് ഈ ഭരണം. ഞാനൊരു സത്യം ചെയ്തു കൊടുത്തിട്ടുള്ള സത്യപ്രതിജ്ഞയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല. വിജയിക്കട്ടെ, 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 ശരി വിജയിക്കട്ടെ. ശരി, യോഗി സാർ, താങ്കൾ കുടുംബത്തിനെ കുറിച്ച് സങ്കടപ്പെടാതെ ഒരു സന്യാസിയായി ഈ സംസ്ഥാനത്തെ മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. താങ്കളുടെ സഹോദരിയെ ശ്രദ്ധിക്കാതെ താങ്കൾ ഉത്തർപ്രദേശിലെ ജനങ്ങളെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ ചില മുസ്ലിം സ്ത്രീകൾ എന്നെ കണ്ടിരുന്നു. അവർ പറയുന്നത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് ധരിക്കുന്നത്, പക്ഷെ അവർക്ക് ഹിജാബ് ധരിക്കാൻ അനുവാദമില്ലെന്ന്. അതായത് ആരെന്ത് വസ്ത്രം അണിഞ്ഞാലും എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. അവർ വീട്ടിലെന്ത് ധരിക്കുന്നു, പുറത്തെന്ത് ധരിക്കുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്ത് ധരിക്കുന്നു, ഇതിലൊന്നും എനിക്കൊരു ബന്ധവുമില്ല. അതൊക്കെ എതിർക്കാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു അർഹതയും ഇല്ലല്ലോ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നാട് കൊടുത്തിരിക്കുന്ന റൂൾസിൻ്റെ പ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. അതുതന്നെ എല്ലാവർക്കും നല്ലത്. അതായത് നാട്ടിൽ നിന്ന് സ്ട്രിക്റ്റായ ഭരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കല്യാണം പോലത്തെ ഓരോ ശീലങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് തടയാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അതുകൊണ്ട് തനിച്ചൊരു വിശ്വാസം ഉണ്ടാവും. ഈ നാടിന് അതിനായിട്ടുള്ള സമ്പ്രദായവും സാഹിത്യങ്ങളും ഉണ്ടല്ലോ. കുംഭമേള പോലത്തെ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഒരു കാലത്ത് അതുപോലത്തെ ചടങ്ങുകളിൽ ആരാണോ ആദ്യം ആ പുണ്യ നദിയിൽ മുങ്ങി എണിക്കാൻ പോകുന്ന ആ സംഘത്തിൽ ഓരോരുത്തരും കിടന്ന് വഴക്കിട്ട കാലങ്ങളും ഉണ്ട്. അതിനായി കൊലപാതകവും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദേശത്തിനെക്കുറിച്ച്, ഇവിടുത്തെ സമ്പ്രദായങ്ങളെക്കുറിച്ച് ഓരോരുത്തരും മനസ്സിൽ വെച്ചോണ്ട് അഹംഭാവമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആ ചടങ്ങ് നല്ല രീതിക്ക് നടത്തിയത്. അത് കാണപ്പെട്ട സത്യമാണ്. പക്ഷേ നിങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നെയായിരിക്കണ്ടേ. ആ വിശ്വാസം നാടുകളിൽ ചെന്ന് പറയാൻ പാടില്ല. അവസാനം നമുക്ക് സുരക്ഷയും പിന്നെ പ്രൊട്ടക്ഷനും തരുന്നത് അതൊരു ഉയർന്ന കടമയാണെങ്കിൽ അത് ഈ ദേശത്തിൻ്റെ കടമയായിരിക്കണം. ആ ദേശീയ കടമ ഇല്ലാണ്ട് ഒരാളോ അല്ലെങ്കിൽ ഒരു സംഘമോ ഉണ്ടാവാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അത് തെറ്റ് തന്നെയാണ്. അതൊരു തെറ്റായ ചിന്താഗതിയാണെന്നേ ഞാൻ പറയുള്ളൂ. ഏതൊരു സമയത്തും നമ്മുടെ ദേശത്തിൻ്റെ കടമകളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ, അതായത് ഒരു പെൺകുട്ടി സ്കൂളിലോട്ട് പോവുകയാണ്, ആ സ്കൂളിലുള്ള യൂണിഫോം ഇട്ടിട്ട്, അങ്ങനെ യൂണിഫോം ഇട്ട് പോയാലായിരിക്കും അത് ശരി. ഒരു പയ്യൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിൻ്റെ യൂണിഫോം ഇട്ട് പോയാലാ ശരി, അപ്പോഴാണത് ശരി. അങ്ങനെ അല്ലെങ്കിൽ ആദ്യം സ്കൂളിൽ കോളേജിലെ ആൾക്കാരൊന്ന് ചോദിക്കും, പിന്നീട് നാടിന് സുരക്ഷ തരേണ്ട എല്ലാവരും അത് ചോദിക്കും. പിന്നെ നമ്മുടെ അതായത് കോടതി പോലും തെളിച്ചിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സമുദായത്തിനെ പോലും നമ്മൾ അതായത് പോയിൻ്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. അവിടെ തനിച്ചറിയപ്പെടുന്ന ഒരു ഡ്രസ്സോ ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെയൊക്കെ എല്ലാം യൂണിഫോം ആയിരിക്കണം, എല്ലാം ഒരുപോലെ ഈക്വൽ ആയിരിക്കണം. ആ ഒരു എമോഷന് നമ്മൾ ഒരു നല്ല റെസ്പെക്റ്റ് കൊടുക്കണം. ഒരു കമ്പനിക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ടെങ്കിൽ അത് കേൾക്കാണ്ടിരിക്കാനോ അത് ഫോളോ ചെയ്യാണ്ടിരിക്കാനോ നമ്മൾ പെർമിഷൻ കൊടുക്കാൻ പാടില്ല. താങ്കൾ സ്കൂളിനെ കുറിച്ച് സംസാരിക്കുന്നു. അസദുദ്ദീൻ ഓവൈസി സാർ കർണാടകയിൽ നടന്ന സംഭവങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഒരു ദിവസം ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകണമെന്ന് പറയുന്നു. അതായത് ഞാനൊന്ന് മിസ്റ്റർ ഓവൈസിയോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും അതായത് മുസ്ലിം പെണ്ണുങ്ങൾ വിശ്വാസത്തോടെ മുന്നേറി വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹം അവരുടെ നല്ലതിന് വേണ്ടിയാണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ
തീൻ തലാഖ് എന്നൊരു റൂൾസ് വന്നായിരുന്നു. അദ്ദേഹം അതിന് സപ്പോർട്ട് ചെയ്യരുത്, അത് വേണ്ടെന്ന് പറയണം. അദ്ദേഹം അവിടെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അദ്ദേഹം ശരിക്കും, അതായത് മുസ്ലിം പെണ്ണുങ്ങൾക്ക് വേണ്ടി നല്ലത് വിചാരിക്കുവാന്ന് ഞങ്ങൾ വിചാരിക്കും. അതും പറഞ്ഞ് ജനങ്ങളിൽ പകുതി ആൾക്കാരെയും, അതായത് നീതിയില്ലാണ്ടും ഒരു നിയമത്തിനെതിരായിട്ടുള്ള രീതിക്ക് വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തീൻ തലാഖ് ഇന്നും, അതായത് രാഷ്ട്രീയപരമായിട്ട് കായികപരമായിട്ട് എതിരായിട്ടാണ് സംസാരിക്കപ്പെടുന്നത്. ഈ നാട്ടിലെ തീൻ തലാഖ് എന്ന് പറയുന്ന ആ ഒരു റൂൾസ് വന്ന സമയത്ത് അതിലാദ്യം സമ്മതിച്ച് ഈ ഉത്തർപ്രദേശിൽ ഞാൻ തന്നെയാണ്. അതിനുവേണ്ടി ഒരു സമ്മേളനം നടത്തിയായിരുന്നു ഞാൻ. അതായത് ഡിവോഴ്സ് നടത്തിയ എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ ലക്നൗവിൽ വിളിച്ചുകൊണ്ട് വന്ന് ഞാനൊരു നല്ല മര്യാദ കൊടുത്തു. തീൻ തലാഖിനെതിരായിട്ടുള്ള ഈ റൂൾസ് ഈ ഹിസ്റ്ററിയിൽ ഒരു വലിയ കാര്യം തന്നെയാണ്, ജനസംഖ്യയിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെട്ടതും. പക്ഷേ ഉത്തർപ്രദേശിൽ ബാഹുബലി അല്ല ബജരംഗബലിയാണ് ഉള്ളതെന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ പലരുടെയും ഹൃദയമിടിപ്പ് കൂടുന്നു. അതായത് ഉത്തർപ്രദേശിൽ വേറെ പെർസ്പെക്റ്റീവിലുള്ള ഭരണം. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കുറ്റവാളിക്കും ഈ കാലം അവസാനിച്ചു. മാർച്ച് 10-ാം തീയതിക്ക് ശേഷം ഇവരിൽ ആരെയും പുറത്തൊന്നും കാണാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളിതിൽ പലരെയും കണ്ടു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ അറിവിപ്പ് വന്നതിന് ശേഷം 4.5 കൊല്ലമായിട്ട് ഒളിച്ചിരുന്ന, ഗുഹയിൽ പതുങ്ങിയിരുന്ന പലരും തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷന് ശേഷം പതിയെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലത്ത് പേടിപ്പിച്ചു നോക്കി, ചില സ്ഥലത്ത് വേറെന്തേലും പ്രയോഗം. പക്ഷേ ആദ്യത്തെ 2 സ്ഥാനത്തുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവരെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ 2 ഘട്ടത്തിലുള്ള തിരഞ്ഞെടുപ്പും കഴിഞ്ഞതിന് ശേഷം അതിനും പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് പാർട്ടിക്കാർ അവർ മുന്നിലുണ്ടാവുന്നവർ വിചാരിച്ചു. പക്ഷേ അവർ ഷോക്കായിപ്പോയി. അതായത് നാട്ടിലും, അതായത് പിന്നെ പുറം നാട്ടിലും ഇതിനായിട്ടുള്ള എല്ലാ ചതികളും ഉപയോഗിച്ച് BJP പാർട്ടിയെ ഇല്ലാണ്ടാക്കാൻ നോക്കിയ ഓരോ സമയത്തും ഭാരതീയ ജനതാ പാർട്ടി ഓരോ സ്ഥലത്തും മുൻവന്നുകൊണ്ടിരുന്നു. അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ഹെഡൊക്കെ മറ്റുള്ള നാടുകളിലോട്ട് കയറി ഓടാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒരാൾ ഇംഗ്ലണ്ടിലോട്ട് പോകുന്നു, ഒരാൾ ഓസ്ട്രേലിയയിലോട്ട് പോകുന്നു. പിന്നെ പ്രത്യേകിച്ച് ഓടാൻ അറിയാത്തവരൊക്കെ നേപ്പാളിലോട്ടാണ് ഓടിയത്. പിന്നെ ഞങ്ങളും നേപ്പാൾ ഭാഗത്ത് ബോർഡറിൻ്റെ അടുത്ത് കുറച്ച് എക്സ്ട്രാ മിലിറ്ററി ആളുകൾ ഇട്ടിട്ടുണ്ട്, വലിയ വലിയ ഓഫീസർമാരെ. അവരുടെ ആവേശം ഒന്ന് പതിയെ അടക്കി കഴിഞ്ഞാൽ അവർ താനെ അവരുടെ വഴി നോക്കി പൊക്കോളും. സത്യം. പക്ഷേ അവരും മാറിയിരിക്കുകയാണ്. താങ്കൾ തന്നെ പറഞ്ഞില്ലേ, രാമഭക്തരുടെ നേരെ വെടിവെച്ചവരൊക്കെ ഇപ്പോൾ ഹനുമാൻ ഭക്തരായിട്ട് മാറിയെന്ന്. ഇതാണ് മാറ്റം. നല്ല കാര്യമല്ലേ ഇത്? ഇതൊക്കെ മാറണം. അതൊക്കെ എനിക്ക് നല്ല കാര്യം തന്നെയാണ്. ഇത് നോക്ക്, അതായത് എത്രത്തോളം വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. 1990 രാമഭക്തൻ്റെ മേത്ത് ഷൂട്ടൗട്ട്, അയോധ്യയുടെ മേത്ത് പറവ പോലും പറക്കരുതെന്ന് പറഞ്ഞ സംഘമാണ് ഇവരൊക്കെ. 2005-ലും 2006-ലും അതായത് രാമനും കൃഷ്ണനും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ 2017 വിളക്കിൻ്റെ ഉത്സവം അയോധ്യയിൽ ആരംഭിച്ചപ്പോൾ അതും അവർ തെറ്റു പറഞ്ഞുകൊണ്ടായിരുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി അയോധ്യയിൽ രാമൻ്റെ അമ്പലം കെട്ടാനായിട്ട് ശിലാസ്ഥാനം വെച്ചപ്പോൾ, അതായത് കല്ല് വെച്ച സമയത്ത് നാട് നീളെ ഒരു പുതിയ പ്രവൃത്തി തന്നെ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സംസാരം മാറിയത് രാമൻ എല്ലാവർക്കും പൊതുവേ ഉള്ള ആളാന്ന് പറഞ്ഞു. അതിനു മുമ്പ് രാമനോടൊന്നും ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പിന്നീട് രാമൻ എന്താണെന്ന് എല്ലാവരും അറിഞ്ഞതിന് ശേഷം പതുക്കെ പതുക്കെ എല്ലാവരും വിശ്വസിച്ചു തുടങ്ങി. അതിൻ്റെ ഒപ്പം ഉത്തർപ്രദേശിൽ ആ ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥ ആലോചിക്കണം. ഇതിനുശേഷം ഏതൊരു സ്റ്റേജിൽ പോയാലും ആ കുറ്റവാളികളൊക്കെ ആദരിച്ച അദ്ദേഹം ആയുധങ്ങൾ ഉണ്ടാക്കിയവരും പിന്നെ റോബറി നടത്തിയവരും, ഇപ്പം അദ്ദേഹം എവിടെ പോയാലും ഹനുമാന്റെ ഗത എടുത്തോണ്ടാണ് പോകുന്നത്. നിങ്ങളും നോക്കണം. അതായത് ഉത്തർപ്രദേശിലെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 2024 പാർലമെന്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് അയോധ്യയിൽ ഒരു വലിയ രാമന്റെ അമ്പലം കെട്ടി തീർത്തിട്ടുണ്ടാവും. അതേ സമയത്ത് രാമൻ എല്ലാരെയും അനുഗ്രഹിച്ചുമിരിക്കും. ഇതിനു മുമ്പ് ഈ ആയുധങ്ങളുടെ പരിപാടിയിലൊക്കെ ഇരുന്ന അദ്ദേഹം ഇപ്പൊ ഹനുമാന്റെ ഗത എടുത്തോണ്ടാ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. നാളെ അതേ അയോധ്യയിൽ സേവ ചെയ്യാനായിട്ട് ലൈനിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം.
പക്ഷേ താങ്കളും ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. പഴയ സർക്കാർ കല്ലറകൾക്കാണ് ചെലവാക്കിയത്, ഞങ്ങൾ പുണ്യസ്ഥലങ്ങൾക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നതെന്ന്. അത് സത്യമല്ലേ? കല്ലറകളും വേണ്ടേ? അതായത് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. ഒരുത്തൻ്റെ ചിന്ത എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അവൻ ചെയ്യുന്നതും. ഞാൻ ഗോരഖ്പൂരിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പണിയെടുക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഇന്നിങ്ങനെ നല്ലൊരു മെഡിക്കൽ സയൻസ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ക്ലോസ് ചെയ്യപ്പെട്ടിരുന്ന വളത്തിൻ്റെ ഫാക്ടറിയൊക്കെ നമ്മൾ നല്ല രീതിക്ക് തുറന്നു. ഇവിടെ ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ജനങ്ങൾ കുടുംബത്തോടെ ഗോരഖ്പൂരിലോട്ട് വന്നു പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കണം. പ്രകൃതിയായിട്ട് ഗോരഖ്പൂരിന് ഒരു നല്ല ഭംഗി നൽകിയിട്ടുണ്ട്. രാംഗാഡ് പോലെ ഒരു വലിയ കുളവുമുണ്ട്. ഒരു ദിവസം ഞാനത് കണ്ടതായിരുന്നു. അവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ചിലർ ചുറ്റിക്കാണാനായിട്ട് വന്നു, ചിലർ വെറുതെ വന്നു, പിന്നെ ചിലർ അവിടെ തന്നെ ഉള്ളവരുമായിരിക്കാം. ഈ വലിയൊരു അരങ്ങവും ഗോരഖ്പൂർ ജനങ്ങൾക്ക് ഈ 5 വർഷക്കാലത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഗോരഖ്പൂരിലെ 2017 മുൻപ് ഗോരഖ്പൂരിൽ കറണ്ട് കറക്റ്റായിട്ട് വരത്തില്ല. കറണ്ട് വരില്ലായിരുന്നു. ഇപ്പോൾ ഈ ഫ്രീനെ കുറിച്ച് പറയുന്നില്ല ആൾക്കാർ. അന്നൊന്നും കറണ്ടേ ഇല്ല. ഇരുട്ടിൽ ജീവിക്കാൻ അവർ പഠിച്ചിരുന്നത്. അവരെല്ലാം ഇരുട്ടിലായിരുന്നു ചെയ്ത് ശീലിച്ചതും. അതുകൊണ്ട് കറണ്ട് നൽകിയിട്ടില്ലായിരുന്നു. ഞാൻ CM ആയതിനു ശേഷം ആൾക്കാർ ആദ്യം പറഞ്ഞത് 24 മണിക്കൂറും ഗോരഖ്പൂരിന് കറണ്ട് വേണമെന്നായിരുന്നു. ഞാൻ പറഞ്ഞത് ഗോരഖ്പൂർ മാത്രമല്ലല്ലോ, മറ്റുള്ള ദേശവും നമ്മൾ നോക്കണ്ടേ. അതിന് അദ്ദേഹം പറഞ്ഞു, എവിടെയാണോ CM ഉള്ളത് അവിടെയല്ലേ എല്ലാം കിട്ടത്തുള്ളൂ എന്ന്. ഞാൻ ഈ ദേശത്തിനുള്ള CM അല്ലേ, അപ്പോൾ എല്ലാം എനിക്ക് ഒരുപോലെ അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഗോരഖ്പൂരിലുള്ള ഏതൊരാളും ഗോരഖ്പൂരിന് മാത്രമാണ് എല്ലാം കിട്ടണമെന്ന് ഒരിക്കലും വിചാരിക്കത്തില്ല. ഈ ദേശം മുഴുവൻ 24 മണിക്കൂറും കറണ്ട് വരുമ്പോഴേ അത് സമ്മതിക്കത്തുള്ളൂ എന്നും പറഞ്ഞു. ഞാൻ ഒരേ സമയത്ത് ഏപ്രിലിൽ 2017 മുഴുവൻ കറണ്ടും നൽകി. ഇപ്പം നമ്മളീ കാണുന്ന ഡെവലപ്മെൻ്റൊക്കെ ഈ ദേശത്തുള്ള പല നഗരത്തിലും സംഭവിച്ചിട്ടുണ്ട്. മുഴുവൻ ദേശത്തിന് ഒരു നല്ല റെസ്പെക്റ്റും ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലോ. ഉത്തർപ്രദേശിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ്. ഈ സന്തതി രാഷ്ട്രീയവും കുടുംബരാഷ്ട്രീയവും സംസാരിക്കുന്നവർ അടിക്കുന്ന പൈസയിൽ പങ്ക് കിട്ടുന്നത് വരെ ഓരോരുത്തരും സംസാരിക്കത്തുള്ളൂ. അതിനുശേഷം അവിടെയുള്ള മകൻ അച്ഛനെ തള്ളി അകത്തോട്ടിടും. പിന്നീട് മരുമക്കൾ അമ്മാവന്മാരെ തള്ളി അകത്തോട്ടിടും. അതുകൊണ്ട് അവരോടൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട. അവർക്ക് അവരുടെ കുടുംബം തന്നെ നോക്കാൻ അറിയില്ല. കുടുംബത്തിലെ സ്നേഹത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം ആ പറയുന്ന ഓരോ മര്യാദയും ഇല്ലാത്ത രീതിക്ക് പറയുന്ന വാക്ക് രക്ഷിക്കാൻ അറിയാത്തവർ എങ്ങനെയാണ് ഈ നാടിനെയും ജനങ്ങളെയും നോക്കാനും രക്ഷിക്കാനും പോകുന്നത്? ഒരു കുറ്റമാണ് സ്ഥിരമായിട്ട് ആരോപിക്കുന്നത്, യുവാക്കളുടെ ജോലിയെക്കുറിച്ച്. താങ്കൾ എത്രത്തോളം ജോലി നൽകാമെന്ന് പറഞ്ഞോ അത്രത്തോളം ജോലി ആർക്കും ലഭിക്കുന്നില്ലെന്നൊരു കുറ്റാരോപണം എല്ലായിടത്തും ഉണ്ട്. രജത് സാർ, ഞാനിത് സമ്മതിക്കാം. കഴിഞ്ഞ 5 വർഷത്തിൽ 3 വർഷമാണ് നല്ല രീതിക്ക് പ്രതീക്ഷ രീതിക്ക് പണിയെടുക്കാൻ പറ്റിയത്. ബാക്കിയുള്ള 2 വർഷവും കോവിഡ് കാരണവും നമ്മൾ ചുമ്മാ ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു. എങ്കിലും ഈ 5 വർഷത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഗവൺമെൻറ് പണിയാണ് ഏറ്റവും കൂടുതൽ. അതായത് പണി തരാമെന്ന് പറഞ്ഞ് പുറത്തൊരു ഇൻഫർമേഷൻ വന്നതിന് ശേഷം പണി ഒരിക്കലും കിട്ടിയിട്ടില്ല. ഓരോ യുവാവിനും അതായത് നല്ല രീതിക്കുള്ളൊരു പണി കിട്ടിയേ പറ്റൂ. ശരിക്കുള്ള ട്രെയിനിങ്ങും കിട്ടണം, അതിനേറ്റ പോലെ പോസ്റ്റിംഗ് കിട്ടണം, അതിനുശേഷം ശമ്പളം അവരുടെ കുടുംബത്തിലോട്ട് പോയി അത് ചേരണം. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വഴി. ഈ 5 വർഷത്തിൽ 5 ലക്ഷത്തോളം ഞാൻ ജോലിക്കുള്ള ചാൻസ് കൊടുത്തിട്ടുണ്ട് യുവാക്കൾക്ക് വേണ്ടി. 2003 തൊട്ട് 2017 വരെ 2014-15 ഘട്ടത്തിൽ സമാജ്വാദി ബഹുജൻ ആ ഭരണമായിരുന്നല്ലോ. ആ സമയത്ത് അവർ തരാത്തതിനധികം ചാൻസാണ് ഞാൻ തന്നിട്ടുള്ളത്. ഇപ്പോൾ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും എക്സാം നടത്തിയ ഓരോ നടമുറയിലും നിങ്ങൾക്കത് എന്തായാലും നിങ്ങൾ കണ്ടതല്ലേ, ഒരുപാട് തടയുണ്ടായിരുന്നു. ആ തടസ്സം കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു. ഓപ്പണായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നു എത്ര പേർക്കാണ് ഇത്രയും പണി കിട്ടിയിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ ദിവസം തൊട്ട് എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഈ കറപ്ഷൻ സംഭവിച്ചാലോ, UP-യിലെ യുവാവിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, അതോ കറപ്ഷൻ വല്ലതും നടന്നെന്നറിഞ്ഞാൽ അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് നോക്കേണ്ടത് അത് ചെയ്ത ആ സംഘം തന്നെയായിരിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് റൂൾസും വെച്ചു. പിന്നെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആ മുഴുവൻ എക്സാമും അങ്ങോട്ട് നിർത്തി. ആ എക്സാം നടത്തിയ എല്ലാവരെയും ഞങ്ങൾ അങ്ങോട്ട് അവസാനം അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കി. UP-യിലെ യുവാക്കൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല.
ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ടുള്ള പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഓഫീസർ അല്ലാതെ രണ്ടാം ഭാഗത്ത്, അതുപോലെ പിന്നെ മൂന്നാമത്തെ ഭാഗത്ത് പണിസ്ഥലങ്ങളിലൊക്കെ ഒരേ സമയത്ത് ഞങ്ങൾ സെയിം ആയിട്ടുള്ള എക്സാം എല്ലാം അറിമുഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് 25% സ്റ്റുഡൻസ് എഴുതിയിട്ടുമുണ്ട്. അതിൻ്റെ റിസൾട്ടും പെട്ടെന്ന് വന്നേക്കും. ഞങ്ങൾ മറ്റുള്ള എല്ലാ എക്സാം നടക്കുന്ന മുറയും വേഗത്തിൽ മുന്നെടുത്ത് നോക്കിയിട്ടുണ്ട്. കോവിഡ് അതിനൊരു തടസ്സം തന്നെയായിരുന്നു. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വേഗതയിലെല്ലാം സംഭവിച്ചേനെ. ഗവൺമെൻറ് പണികളെക്കുറിച്ച് ഞാൻ 70 ലക്ഷം പേർക്ക് പണി കൊടുക്കാമെന്നായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ എന്നെക്കൊണ്ട് ഉറപ്പിച്ചൊരു കാര്യം പറയാൻ പറ്റും, അതായത് UP-യിൽ 2 കോടികൾക്കും ആളുകൾക്ക് മേലെ ഈ പണി കിട്ടിയിട്ടുണ്ടെന്ന്. അതിനുള്ള കാരണം ഈ ദേശത്ത് റൂൾസ് എല്ലാം കറക്റ്റാണെന്നും വലിയ രീതിക്ക് അതെല്ലാം നന്നായിട്ട് നോക്കി നടത്തി. ഇന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റും, അതായത് UP-ക്കകത്ത് ഈ നാടിൻ്റെ, ഈ ലോകത്തിൻ്റെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 2017 മുമ്പ് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഉള്ളവരും പുറത്തു പോകാനായിരുന്നു ആഗ്രഹിച്ചത്. 2017 ശേഷം നടന്ന മാറ്റങ്ങളൊക്കെ ആദ്യത്തെ 6 മാസം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ശരിക്കും മാറ്റം വരുന്നുണ്ടോ അതോ ഇല്ലേ, ഇങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതായത് ഞങ്ങൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രചരണം ഉത്തർപ്രദേശ് ലക്നൌവിൽ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിനുവേണ്ടി റോഡ് ഷോവിന് വേണ്ടി ഒരു ടീമിനെ അയച്ചിരുന്നു ഞാൻ. അതിനൊരു വലിയ സ്വീകരണമൊന്നും ഇല്ലായിരുന്നു അവിടെ. അഹമ്മദാബാദിൽ പോയി നോക്കി, ബാംഗ്ലൂരിൽ പോയി നോക്കി, ഹൈദരാബാദിൽ പോയി, കൊൽക്കട്ടയ്ക്ക് പോയി നോക്കി. മൊത്തം 20,000 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഞങ്ങൾക്ക് കാശ് കിട്ടിയായിരുന്നു. പിന്നീട് മനപ്രയാസത്തിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞ, അതായത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇതുവരെ മനസ്സിൻ്റെ ഇതൊന്നും മാറിക്കാണത്തില്ല, നീ കുറച്ചുകൂടെ ഒന്ന് ക്ഷമയോടെ ഇരിക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വന്ന് മീറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ തന്നെ മുംബൈയിലോട്ട് പോയി. നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും, മുംബൈയിൽ സംഭവിച്ച ആ ഇൻവെസ്റ്ററിൻ്റെ മീറ്റിങ്ങിൽ നാട്ടിലുണ്ടായിരുന്ന വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ ആയിരുന്നു വന്നത്. ഞാൻ ആരുടെ അടുത്ത് സംസാരിച്ചാലും ഞങ്ങൾ ഉത്തർപ്രദേശിലോട്ട് പോകാൻ പാടില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞെന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അതിന് അവർ പറഞ്ഞത് UP-യിൽ അതായത് ഒരു നല്ല ഭരണമല്ല ഉള്ളതെന്ന്. ഞാനത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് അവരൊക്കെ ഞാൻ ഇപ്പോഴാണ് ചില കാര്യങ്ങൾ അറിഞ്ഞെന്നുള്ള രീതിക്ക് പറഞ്ഞു. ഇതൊക്കെ അങ്ങനെ തന്നെ തുടർച്ചയായി നടക്കുവാണെങ്കിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നും പറഞ്ഞു. ഞാൻ അവരോട് ആ ഇൻവെസ്റ്ററിൻ്റെ പ്രചാരണത്തിലോട്ട് വരാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 4,68,000 കോടി അതായത് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് വന്നിരുന്നു. അതായത് 3 ലക്ഷം കോടിക്ക് അതിൽ മേളായ പദ്ധതികൾ ഞങ്ങൾ അതിൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതിലൊക്കെ ചേർന്നാണ് പല കമ്പനികൾ ഇന്ന് ക്രിയേറ്റ് ആയത്. കോവിഡ് കാലഘട്ടത്തിൽ അതിൻ്റെ പരിപാടികൾ നടക്കുന്ന സമയത്ത് ഏകദേശം 66,000 കോടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതി ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാ. ഈ നാട്ടിൽ വെച്ച് തന്നെ ആദ്യമായിട്ട് ഇവിടെയാണ് ഡിസ്പ്ലേ യൂണിറ്റും വന്നത്. അതായത് പ്രൊഡക്ഷനും സ്റ്റാർട്ടായി. ഡേറ്റാ സെൻറ്റർ 1 അല്ല 2 അല്ല 3 എണ്ണം ഉണ്ട്. ഒരു പക്ഷേ ഈ കൊറോണ ഈ നാടിനൊരു തടസ്സമല്ലാണ്ട് ഇരുന്നിരുന്നാൽ ഈ സമയത്തൊക്കെ ഞങ്ങൾ ഈ ലോകത്തിലും വെച്ച് തന്നെ ഏറ്റവും വലിയ സിനിമയുടെ നഗരമായിട്ട് ഉത്തർപ്രദേശിനെ മാറ്റിയേനെ. അതിനായിട്ടുള്ള വലിയ പദ്ധതികൾ സംഭവിക്കുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ മുംബൈയിലും ഉണ്ട്. അതായത് മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്ന് അവിടെയുള്ള സന്ദർഭം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആരെയും പോവുകയാണ്. വലിച്ചുകൊണ്ട് വരാൻ പോകുന്നില്ലല്ലോ. ഞങ്ങളൊരു പുതിയ ഫിലിം നഗരത്തിനെ ഉണ്ടാക്കാം, അത് ഈ ലോകത്തിലും വെച്ച് ഏറ്റവും ബെസ്റ്റ് ആവും. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സേഫ് ആയിട്ടുള്ള സൊസൈറ്റി, ഓരോ സിനിമയും അതിൻ്റെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ആക്ടർ ആയിക്കോട്ടെ, എല്ലാവരും ഇവിടെ UP വന്ന് ചേരാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് കാരണം ഇവിടെ ആരെ കൊണ്ടും പൈസ പേടിപ്പിച്ച് മേടിക്കാൻ പറ്റില്ല. അഴിമതി കാണിച്ച് 10 പൈസ മേടിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ആരും അങ്ങനത്തെ പ്രവൃത്തി ഒരിക്കലും ചെയ്യത്തുമില്ല. ജനങ്ങളുടെ മനസ്സിൽ ഓരോ വിശ്വാസമുണ്ട്. ഞാൻ ആ വിശ്വാസമായിട്ട് ലക്നൗ നഗരത്തിലോട്ട് പ്രചാരത്തിൽ, അതായത് ഒരു ഇൻവിറ്റേഷൻ്റെ ഇതിൽ മുംബൈ ഷെയർ മാർക്കറ്റിലോട്ട് പോയപ്പോൾ അവിടെ മുംബൈയിലുണ്ടായിരുന്ന ഒരു വലിയ പ്രൊഡ്യൂസർമാർ, ഡയറക്ടർ, ആക്ടർ എല്ലാവരും കാണാനുള്ള ഒരു ചാൻസ് കിട്ടി എനിക്ക്. എല്ലാവരും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടായിരുന്നു സംസാരിച്ചത്. എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഈ സിനിമ തന്നെ നശിച്ചു പോകുന്നവർ പറഞ്ഞേ.
അതിനാ ഞാൻ പറഞ്ഞത് ഉത്തർപ്രദേശ് തയ്യാറായിരിക്കുന്നുവെന്ന്. യുദ്ധകാലങ്ങളുടെ ഇടയ്ക്കുള്ളിൽ ഇതൊക്കെ ശരിയാവുമെന്നും ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതായത് ഇത് യു പിക്ക് ഒരു വലിയ ചാൻസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സത്യം പറയണമെങ്കിൽ ഉത്തർപ്രദേശിലെ ജനങ്ങൾ മര്യാദകൾ തൊട്ട് പിന്നെ ലോകപരമായിട്ടുള്ള സിനിമകളും ഉത്തർപ്രദേശ് മൂലം ഈ നാടിനും പിന്നെ ഈ ലോകത്തിൽ പറയാൻ പറ്റുന്ന ഒരു അവസാനത്തെ അവസ്ഥ എന്ന് ഇത് യു പി എന്തായാലും ചെയ്ത് കാണിച്ചിരിക്കും. പക്ഷേ മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ചേട്ടത്തി വന്നിരുന്നല്ലോ. ഇവിടെ ഉത്തർപ്രദേശിൽ ജനങ്ങൾ ഇവരുടെ ഓരോ പ്രവൃത്തിയും കണ്ടിട്ടുണ്ടല്ലോ. യു പി ജനങ്ങൾക്കെതിരെ എന്തൊക്കെ അനീതി നടന്നിട്ടുണ്ട്. കൊറോണ കാലഘട്ടം തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണം അതിന്. ആ കാലത്ത് എന്തൊക്കെയാ സംഭവിക്കാത്തെ? യു പിയിലുണ്ടായിരുന്ന ജനങ്ങളെയൊക്കെ പുറത്താക്കി. അവർക്കുള്ള വെള്ളത്തിന് കണക്ഷൻ പോലും കട്ടാക്കിയവർ, കറണ്ടിൻ്റെ കണക്ഷനും കട്ടാക്കി, റേഷൻ കാർഡ് പോലും അവർ ക്യാൻസലാക്കി. എല്ലാം ഞാൻ കണ്ടതായിരുന്നു. യു പി ബോർഡറിലോട്ട് വലിയ രീതിക്കായിരുന്നു ജനങ്ങൾ വന്നിരുന്നത്. പ്രധാനമന്ത്രിയും വിഷമിച്ചു. അതായത് ലോക്ക്ഡൗൺ ആണിത്, കൊറോണ പകരുന്നുണ്ട്, എങ്ങനെ സുരക്ഷിതമാക്കും ഇതൊക്കെയെന്ന്. ഞാൻ അനുവാദം ചോദിച്ചു. അതായത് ഇവരെങ്ങനെ റോട്ടിലിട്ട് അലയിപ്പിക്കാൻ പറ്റില്ല, അതിനുള്ള പ്രധാന ഏർപ്പാടും പ്രധാനമന്ത്രി നോക്കാമെന്ന് പറഞ്ഞു. ഒരു രാത്രി തന്നെ 12,000 ബസ്, പിന്നെ അതിനുള്ള ആളുകളെ ഞാൻ അയച്ചു വെച്ചു. അവരൊക്കെ ഏത് ജില്ലയിലുള്ളവരാണോ അവരൊക്കെ അങ്ങോട്ടേക്ക് തന്നെ അയക്കണമെന്നും പറഞ്ഞ്. അന്നത്തെ സമയത്ത് ക്വാറന്റൈൻ പീരീഡ് ഒരു 20-21 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 1 മാസം അവരെ സൂക്ഷിച്ചു വെച്ചോണം. അതായത് ഭക്ഷണത്തിനുള്ള ഏർപ്പാട് നിങ്ങൾ ചെയ്തിരിക്കണം, ഹെൽത്ത് കണ്ടീഷൻ നോക്കാൻ ആളുകൾ അയച്ചിരിക്കണം, എല്ലാ സൗകര്യവും എല്ലാം അവർക്ക് പോയിരിക്കണം ഞാൻ പറഞ്ഞു. പിന്നീട് അവർ നാട്ടിലോട്ട് പോകുമ്പോൾ 15 ദിവസത്തിനുള്ള ഫുഡും കൊടുത്തയക്കാനാണ് ഞാൻ പറഞ്ഞത്. 15 ദിവസത്തിന് ശേഷം അവർക്ക് റേഷൻ കാർഡിലുള്ള എല്ലാം കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത്. വലിയ കണക്കിലുള്ള ഒരു ജനങ്ങളായിരുന്നു യു പിക്ക് പുറത്ത്. ഒരുപാട് സ്ഥലത്ത് അവരെ ഏറ്റെടുക്കാൻ മുൻവന്നില്ല ആരും. പക്ഷേ ഇത് നമുക്കിടയിലുള്ള ഒരു ഫൈറ്റ് അല്ല. കൊറോണയ്ക്ക് എതിരായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള യുദ്ധം. ആര് യു പിയിലോട്ട് വന്നാലും അതിനായിട്ടുള്ള എല്ലാ സൗകര്യം അവർക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. താമസിക്കാൻ സ്ഥലം തരാം, ഭക്ഷണവും തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഓഫീസർമാർക്ക് നേരിട്ട് ചെന്ന് എല്ലാം പറഞ്ഞതാണ്. യു പിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള ഫുഡും അതിനുള്ള വെള്ളവും കൊടുത്തിരിക്കണമെന്നും പറഞ്ഞു. ഒരുപക്ഷെ ഞങ്ങൾക്ക് അനുവാദം കിട്ടിയാൽ അവരുടെ വീട്ടിൻ്റെ ബോർഡർ വരെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി ചേർക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അവിടെയുള്ള സർക്കാർ അതിന് അനുവാദം തന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അവരുടെ ബോർഡർ വരെയെങ്കിലും ഒന്ന് വിട്ടിട്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. അവിടെ പോയിരുന്ന ജനങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ അവർ കഴിച്ചാൽ പോലും കാലിയായ ടിഫിൻ ബോക്സ് കയ്യിലും വെച്ചോണ്ട് അവിടെയുള്ളവരുടെ അടുത്ത് കാണിക്കും, ദാ യു പിയിൽ ഞങ്ങൾക്ക് ഇത് തന്നിട്ടുണ്ടെന്നും പറഞ്ഞ്. ഇത് മനുഷ്യന്മാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. ഇത് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഒരു അറിയിപ്പിലാണ് നടത്തിയത്. സത്യത്തിൽ ഇവിടെ യു പിയിലുള്ള കർഷകർക്കും തൊഴിലാളികൾക്കും ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഈ ലോകത്തിലുള്ള വലിയ വലിയ ആളുകൾ പോലും വന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് കോവിഡിനായിട്ടുള്ള ഓരോ പുറത്തുനിന്ന് വരുന്ന ഓരോ തൊഴിലാളികളും ഞങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അവർ നോക്കിയിരുന്നു. ഇത് സത്യത്തിൽ സത്യസന്ധമായ കാര്യമാണ്. അതായത് ഉത്തർപ്രദേശ് ഒരു വലിയ സംസ്ഥാനമാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ പോലും ചില മാസങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ കൊറോണ വളരെ വേഗം സ്പ്രെഡ് ആയിട്ടേയില്ല. അതായത് ഇന്നും ഞാൻ എത്രത്തോളം ബിസിയാണെങ്കിൽ പോലും കോവിഡ് റിപ്പോർട്ടിംഗ് ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അതായത് മാർച്ച് 20, 2020 മുതലാണിത്. ഒരു ദിവസം അത് കാണാതെ വിട്ടിട്ടില്ല. എനിക്ക് ഗോരഖ്പൂരിൽ കാലത്ത് 8 മണിക്ക് തന്നെ എല്ലാ റിപ്പോർട്ടും വന്നേക്കും. ഓരോ കാര്യങ്ങളും തനിച്ച് ഞാൻ നോക്കിയിരിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പം തന്നെ ഓഫീസർമാരെ വിളിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരിക്കും. അതുമാത്രമല്ലാണ്ട് എനിക്കൊരു വലിയ അനുഭവം തന്നെയുണ്ട്. കോവിഡ് കൺട്രോൾ ചെയ്തത് യു പിയിൽ മാത്രം എന്താ നന്നായെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഇവിടെ മസ്തിഷ്ക പ്രശ്നം കുറച്ച് കുറയ്ക്കാനായിട്ട് വലിയ ലെവലിലാണ് ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു അസുഖം ഇവിടെ 1970 സ്പ്രെഡാകാൻ തുടങ്ങിയത്. ഓരോ വർഷവും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് മരിച്ചുപോയത്. ഗോരഖ്പൂർ, കുഷിനഗർ, റേവ്രിയാർ, മഹാരാജ്ഗഞ്ച്, സിദ്ധാർത്ഥ് നഗർ, ബസ്ത്, സന്ത് കബീർ നഗർ, അതുപോലെ ബല്ലാംപൂർ, ഗോണ്ട, ശ്രാവസ്തി, ബേരാജ്, അതുപോലെ സാറംഗ്പൂർ വരെ ഇത് സ്പ്രെഡാവാൻ തുടങ്ങി. പക്ഷേ ഗോരഖ്പൂർ മണ്ഡലത്തിൽ മാത്രം
വർഷങ്ങൾക്ക് 1000 തൊട്ട് 2000 കുഞ്ഞുങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഈ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ സത്യത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരിക്കലും നിന്നിട്ടില്ല. കുഞ്ഞുങ്ങളൊക്കെ മരിച്ചോണ്ടായിരുന്നേ. ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി പോലും വന്ന് ഗോരഖ്പൂരിലുള്ള മെഡിക്കൽ കോളേജിൽ, അതായത് ഗോരഖ്പൂരിലുള്ള BAD മെഡിക്കൽ കോളേജിൽ ഓരോ വർഷവും കുഞ്ഞുങ്ങൾ മരിച്ചോണ്ടായിരുന്നത്. അവിടെ ഒരു ചീഫ് മിനിസ്റ്ററും ഇതുവരെ ഞാൻ വന്ന് ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതിനൊരു ആശ്വാസത്തിന് വേണ്ടി ആരും ഒന്നും പറഞ്ഞ് കണ്ടിട്ടില്ലായിരുന്നു. ഇവരൊക്കെ കുടുംബത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന, കുടുംബം എന്ന പേര് നാടകം കളിക്കുക. ഇവരൊക്കെ കുഞ്ഞുങ്ങൾ മരിച്ചോണ്ടിരിക്കും. ഓരോ ബെഡിലും 4 പേരാ കിടന്നുകൊണ്ടിരുന്നത്. സഹിക്കാൻ പറ്റാത്ത ദുർനാറ്റം, ഒരു ഫാനില്ല, വെയിലെന്ന് പോലും പറയാൻ പറ്റില്ല. ജൂൺ ജൂലൈയിൽ 3rd ഫ്ലോറിൽ മസ്തിഷ്കകല പ്രശ്നം ഉണ്ടായിരുന്നു. 3ാമത്തെ ഫ്ലോറിൽ ലിഫ്റ്റും ഇല്ല, ഫാനും ഇല്ലായിരുന്നു. ആ ഒരു കഷ്ടപ്പെടുന്ന അത്രത്തോളം ഉള്ള ഒരു ചൂടിൽ ഒരു ബെഡിൽ 4 പിള്ളേരെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ നോക്കാൻ പോലും 4 തൊട്ട് 5 കുടുംബം ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ആ സ്ഥലങ്ങളൊക്കെ ഒരു സഹിക്കാൻ പറ്റാത്ത ദുർനാറ്റമായിരിക്കും. വളരെ മോശമായിട്ടുള്ളൊരവസ്ഥ. അതൊക്കെ നരകമാണ്. പക്ഷേ ഇന്ന് ഞാൻ വന്നതിന് ശേഷം എല്ലാം ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും ആ BAD മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോയി നോക്കിയാൽ മതി. ഒരു കുഞ്ഞിന് ചെറിയൊരു അസുഖം വന്നാൽ പോലും ആ കുഞ്ഞിനായിട്ട് സെപ്പറേറ്റ് ബെഡ് അവിടെ എന്തായാലും ഉണ്ടാവും. സെൻട്രലൈസ്ഡ് AC സിസ്റ്റം അവിടെ ഉണ്ട്. പുറത്തുള്ള ചൂടിൻ്റെ അവസ്ഥ 45 ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും റൂമിൽ 20 തൊട്ട് 22 ഡിഗ്രി അത് ക്രോസ് ചെയ്യത്തില്ല. എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്കണമെങ്കിൽ AC എല്ലാ സ്ഥലത്തും ഉണ്ട്, ബിൽഡിംഗ് മുഴുവനും. നിങ്ങൾ എല്ലാ സ്ഥലത്തും നോക്കുവാണെങ്കിൽ അവിടെ ആ പിള്ളേർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ലാണ്ട് ആവശ്യമുള്ള അളവിനുള്ള എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കെട്ടിടങ്ങൾ മാത്രം കെട്ടിക്കൂട്ടിയിട്ടില്ല. ഓരോ ഡിസ്ട്രിക്റ്റിലും എല്ലാ ICU എല്ലാ സഹിതം ഞങ്ങൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്നേ. ICUയിൽ ബെഡുകൾ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. നോക്കുന്ന ഓരോ രീതിയും ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. മസ്തിഷ്ക കലകത്തിൻ്റെ പ്രശ്നം ഞങ്ങളിപ്പോൾ 50% കുറച്ചിരിക്കുന്നത്. സത്യത്തിൽ അതിലൊരു സംശയവും വേണ്ട. എല്ലാം നല്ല രീതിക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വച്ഛ ഭാരത് സിസ്റ്റം, കുടിവെള്ള സിസ്റ്റം, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങളെല്ലാം അധികരിച്ച് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഓരോ ആഴ്ചയും എല്ലാവരെയും വിളിച്ചു വരുത്തി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഗോരഖ്പൂരിൽ എത്ര വീടുകളിലാണ് ഇതൊക്കെ നടന്നത്, എത്ര അവയർനെസ് പ്രോഗ്രാം സംഭവിച്ചു, ഏത് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ എന്തേലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിലെ റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ആഹ്ലാദിക്കില്ല. ഞാൻ ഇതിൽ യൂണിസെഫ് പോലത്തെ 5 ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തനിച്ച് റിപ്പോർട്ട് അവരുടെ അടുത്തൊന്നും മേടിച്ച് ഞാൻ അറിയും. നമ്മുടെ ഏതാ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്, ഏതാ വർക്ക് ചെയ്യാത്തതെന്ന്. എവിടെയെങ്കിലും അഴിമതി നടന്നെന്ന് അറിഞ്ഞാൽ ഞാൻ ആ ഓഫീസറെ വിളിച്ച് നേരിട്ട് തന്നെ ചോദ്യം ചോദിക്കും. അവരോട് ഞാൻ വഴക്ക് പറയും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് മരിച്ചിരിക്കുന്നത്. നിങ്ങൾ റിപ്പോർട്ട് എഴുതാൻ തന്നെ എല്ലാ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ ഞാൻ വല്ലാണ്ട് വഴക്കം പറഞ്ഞു. ഇന്നെന്നെ കൊണ്ട് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഏതൊരു അസുഖവും ഏകദേശം 40 വർഷമായിട്ട്, അതായത് നമ്മുടെ കിഴക്ക് ഉത്തർപ്രദേശത്തിൽ 50,000 കുഞ്ഞുങ്ങളുടെ ജീവനാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എന്നെ കൊണ്ട് ഇപ്പം സത്യമായിട്ട് പറയാൻ പറ്റും, ആയിരക്കണക്കിനുള്ള കുഞ്ഞുങ്ങളുടെ ജീവനെ നമ്മളിപ്പോൾ രക്ഷിച്ചിരിക്കുന്നത്. താങ്കളുടെ ഫീലിംഗ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കാഴ്ചകൾ ഞങ്ങൾ TV-യിൽ കണ്ടപ്പോൾ ശരിക്കും സങ്കടപ്പെട്ടു. ഇപ്പോൾ സത്യത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിന് താങ്കളെ പ്രശംസിക്കുകയാണ്. പക്ഷേ പാവങ്ങളുടെ മേൽ താങ്കൾ കാണിക്കുന്ന ആ ഒരു സ്നേഹവും അവർക്ക് ചെയ്യുന്ന സഹായവും എല്ലാം ശരിയാണ്. പക്ഷേ താങ്കളോടൊപ്പമുള്ള മന്ത്രിമാർക്ക് ആ സഹായം എത്തിച്ചേർന്നില്ല. സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്കും അതിദരിദ്രരായ വ്യക്തികൾക്കും താങ്കളുടെ സഹായങ്ങളൊന്നും പൂർണ്ണമായും എത്തിച്ചേർന്നില്ല. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഏത് കുടുംബത്തിൽ നിന്നാണ് വന്നത്, ഏതൊരു സമൂഹത്തിൽ നിന്നാണ് വന്നത്, ആരുടെ കുഞ്ഞുങ്ങളാ? എനിക്കറിഞ്ഞതിൽ മേൽജാതി കീഴ്ജാതി എന്നുള്ള കുഞ്ഞുങ്ങൾക്കുള്ളിൽ ഇതൊന്നും കാണാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ 90% ജനങ്ങളും പാവപ്പെട്ട വീട്ടിലെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഈ ദിവസക്കൂലിക്ക് പോകുന്നവരൊക്കെ
ഇവരിൽ ആരെങ്കിലും ഒരാൾ ആ ആശുപത്രി പോയി ഒന്ന് നോക്കിയിട്ടുണ്ടാവുമോ? അതിനായിട്ടുള്ള സമയമൊന്നുമില്ല. കാരണം അവർ വന്നത് തന്നെ വേറൊരു പ്രധാനപ്പെട്ട വലിയ കാര്യത്തിന് വേണ്ടിയാണല്ലോ. ഒരു കാര്യം അവർ മറന്നുപോയി. അതായത് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും കുടുംബരാഷ്ട്രീയം നടത്തിയ പാർട്ടിയല്ല. ഭാരതീയ ജനതാ പാർട്ടി അവരുടെ കുടുംബരാഷ്ട്രീയം പോലെ മാറ്റാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. കാരണം ഭാരതീയ ജനതാ പാർട്ടി ദേശീയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോളോ ചെയ്തു വന്നത്. അവരാണ് BJPക്ക് ഏറ്റ പോലെ അവരെയൊക്കെ മാറ്റേണ്ടത്. അവരുടെയൊക്കെ ചെറിയ മനസ്സിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വന്ന് ഭാരതീയ ജനതയിലുള്ള ഒരു വലിയ ചിന്തനയുടെ ഉള്ളിൽ അവരൊന്ന് ചേരണം. അവരെ കൊണ്ടത് ആലോചിക്കാൻ പറ്റുന്നില്ല. ഞാൻ CM ആയി ഇരുന്നത് കൊണ്ട് അവർ ചെയ്യാൻ വിചാരിച്ച പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി.